ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽക്ക് വോട്ടെണ്ണി തീരുന്നവരെ പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യം, കേരളത്തിൽ ബി ജെ പിക്ക് വല്ല സീറ്റ് കിട്ടുമെങ്കിൽ എത്ര സീറ്റ്? ഞാൻ പറഞ്ഞു 2-3 സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട്, ഏറ്റവും കൂടിയത് 5 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരതെങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മൊത്തത്തിൽ ഈ സംസ്ഥാനത്ത് അതിഭയങ്കരമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിൻ്റെ ഗുണം അധികമായിട്ട് കിട്ടാൻ പോകുന്നത് കോൺഗ്രസിനും യു ഡി എഫിനായിരിക്കും. പക്ഷേ ചെറിയൊരു ഭാഗം ബി ജെ പിക്കും കിട്ടാൻ സാധ്യതയുണ്ട്. ഏതുപോലെ എന്ന് വെച്ചാൽ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഭരണവിരുദ്ധ വികാരം വളരെ പ്രകടമായിരുന്നു. സംസ്ഥാനത്തിൻ്റെ നാനാഭാഗങ്ങളിലും അത് യു ഡി എഫിന് ഗുണം ചെയ്തപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് ഗുണം കിട്ടി. അങ്ങനെ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് മേയറും ഡെപ്യൂട്ടി മേയറും ഉണ്ടായി. ഇത് തന്നെ ഞങ്ങളുടെ എറണാകുളം ജില്ലയിലും ഉണ്ടായി. മിക്കവാറും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ യു ഡി എഫ് ജയിച്ചപ്പോഴും യു ഡി എഫ് താരതമ്യേന ദുർബലമായ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് ചെയർമാനും വൈസ് ചെയർമാനും ഉണ്ടായി. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഏതെങ്കിലും മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഏതേത് മണ്ഡലത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രധാനമായിട്ട് കഴക്കൂട്ടം, നേമം, ഇത് രണ്ടും സംഭവ്യമായിട്ടുള്ള സീറ്റുകളാണ്. പിന്നെ വേണമെങ്കിൽ വലിയ ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള പാല, അതല്ലെങ്കിൽ തിരുവല്ല, പാലക്കാട്, മഞ്ചേശ്വരം, ഒരു പക്ഷേ കാസർഗോഡ്, ഇതിലൊക്കെ ഏതെങ്കിലും സീറ്റുകൾ ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല, മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഈ ബി ജെ പിക്ക് എതിര് വരുന്ന സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കണക്കുകളൊക്കെ തെറ്റും. പല ഘടകങ്ങളുമുണ്ട് എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഈ എക്സിറ്റ് പോളുകളൊക്കെ വരുന്നത്. അവിടെയും 1 സീറ്റ്, 2 സീറ്റ്, 1 മുതൽ 5 വരെ സീറ്റുകൾ, 0 മുതൽ 5 വരെ സീറ്റുകളൊക്കെ പലരും പ്രവചിച്ചു. അപ്പോഴൊന്നും ആരും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷേ ടുഡേയ്സ് ചാണക്യ എന്ന് പറഞ്ഞ ഏജൻസിയുടെ എക്സിറ്റ് പോൾ വന്നപ്പോൾ ഏതാണ്ട് 7 മുതൽ 13 വരെ സീറ്റുകളൊക്കെ അവർ പ്രവചിച്ചു കളഞ്ഞു. അപ്പോൾ സംഗതി സീരിയസ് ആയി. ബി ജെ പി വലിയ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നു. കേരളത്തിൽ തൂക്ക് മന്ത്രിസഭ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഈ കൊഞ്ഞാണന്മാർ പറഞ്ഞത്. തൂക്ക് മന്ത്രിസഭ എന്ന് പറഞ്ഞൊരു സാധനമില്ല, തൂക്ക് നിയമസഭയാണ്. തൂക്ക് മന്ത്രിസഭ വെച്ചാൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത മന്ത്രിസഭയാണ്. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയ്ക്കാണ് തൂക്ക് നിയമസഭ, അല്ലെങ്കിൽ ഹങ് പാർലമെൻറ്റ്, ഹങ് അസംബ്ലി എന്നൊക്കെ പറയുന്നത്. ഹങ് മിനിസ്ട്രി എന്നൊരു സാധനമില്ല. നമ്മുടെ നാട്ടിലെ മാപ്രകൾക്ക് ലവലേശം വിവരമില്ലാത്തതുകൊണ്ട് തൂക്ക് മന്ത്രിസഭ എന്നൊക്കെയാണ് അടിച്ചുവിട്ടത്. എന്തുവാട്ടെ, അപ്പോൾ ഈ തൂക്ക് നിയമസഭ ഉണ്ടാകുമോ എന്നുള്ളത് വലിയൊരു തർക്ക വിഷയമായിട്ട് വന്നു. ആ സമയത്ത് നമ്മുടെ മൗദൂദി ചാനലിൽ അതിഗംഭീരമായി ചർച്ച സംഘടിപ്പിച്ചു. ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടും എന്നിട്ട് അവർ കണക്കൂട്ടി. അപ്പോൾ അതിൽ സാജു എന്ന് പറഞ്ഞൊരു അവതാരം ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് പ്രവചിച്ചു, നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ഒരിക്കലും ജയിക്കില്ല. 15 റൗണ്ട് വരെ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യും. 16-ാമത്തെ 17-ാമത്തെ 18-ാമത്തെ റൗണ്ടിൽ ശിവൻകുട്ടി വലിയ നേട്ടമുണ്ടാകും. മുസ്ലിം വോട്ടുകളുടെ അതിഗംഭീരമായ ഏകീകരണം ശിവൻകുട്ടിക്ക് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ട്. സാജു പറഞ്ഞാൽ തീർന്നല്ലോ, പിന്നെ അതിൽ അപ്പീലില്ല. അത് തന്നെ കഴക്കൂട്ടത്ത് സംഭവിക്കും. കഴക്കൂട്ടത്ത് കണക്കിൽ കടകംപള്ളി സുരേന്ദ്രനേക്കാളും മുൻകൈ തീർച്ചയായിട്ടും നമ്മുടെ വി മുരളീധരനുണ്ട്. പക്ഷേ ബി ജെ പിക്ക് അത് അതിഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ അവിടെ കടകംപള്ളി തന്നെ ജയിക്കും എന്നൊക്കെ സാജു അടിച്ചു വിട്ടു. പക്ഷേ അവസാനം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ നമ്മൾ കണ്ട പോലെ 20 വോട്ടിനാണെങ്കിൽ പോലും വി മുരളീധരൻ ജയിച്ചു. മുരളീധരൻ പോലും വിശ്വസിക്കാൻ പറ്റിയില്ല, അത്ര വലിയ ഫൈറ്റായിരുന്നു. അങ്ങനെ അദ്ദേഹം കഴക്കൂട്ടം പിടിച്ചെടുത്തു. കടകംപള്ളി തോറ്റയിൽ അത്ഭുതമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ പുള്ളി ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോഴാണ് ശബരിമലയിൽ ഈ ഭഗവാന്റെ വാതിൽ വരെ അഴിച്ചുകൊണ്ട് പോയത്. ശ്രീകോവിലിൻ്റെ പൊതിഞ്ഞ സ്വർണം പൊളിച്ചുകൊണ്ട് പോകാൻ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചവനെ കേരള പോലീസ് പ്രതിയാക്കിയില്ലെങ്കിലും നാട്ടുകാർ വെറുതെ വിടും എന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ചെയ്തികളുടെ കാഠിന്യം വെച്ച് നോക്കുമ്പോൾ 20 വോട്ടിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ തുലവും നിസ്സാരമാണെങ്കിൽ പോലും കടകംപള്ളി നിശ്ചയമായിട്ട് തോൽക്കപ്പെടേണ്ടിരുന്ന ഒരാളായിരുന്നു. ഒന്നുകിൽ ശരത്ചന്ദ്ര പ്രസാദ് ജയിക്കണം, അല്ലെങ്കിൽ മുരളീധരൻ ജയിക്കണം. ഏതായാലും അവിടെ കോൺഗ്രസിനേക്കാളും ശക്തി ബി ജെ പിക്കാണ്. അതുകൊണ്ട് മുരളീധരൻ ജയിച്ചു. നേമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബി ജെ പിക്കാരുടെ തറവാടാണ്. കാരണം അവിടെയാണ് രാജഗോപാൽ ഒരു തവണ ജയിച്ചത്, കഴിഞ്ഞ തവണ കുമ്മനം തോറ്റത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും നേമത്ത് കൂടുതൽ വോട്ട് കിട്ടിയത് രാജീവ് ചന്ദ്രശേഖരനായിരുന്നു. ആദ്യം മുതലേ അദ്ദേഹമാണ് ലീഡ് ചെയ്തത്. അവസാനം വരെ അദ്ദേഹം ലീഡ് നിലനിർത്തി. ശിവൻകുട്ടി നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. എങ്കിൽ പോലും ഈ സാജു പറഞ്ഞ പോലത്തെ ഒരു 16-ാമത്തെയും 17-ാമത്തെയും 18-ാമത്തെയും റൗണ്ടിൽ വ്യത്യാസം ഉണ്ടായില്ല. അവിടെ അദ്ദേഹം തന്നെ വിജയിച്ചു. അപ്പോൾ അദ്ദേഹം
സ്വാഭാവികമായിട്ട് ആ സീറ്റ് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞോ നിലനിർത്തി എന്ന് പറഞ്ഞോന്ന് എനിക്കറിയില്ല. അദ്ദേഹം ജയിച്ചു. അപ്പോൾ 2 സീറ്റായി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു മിറക്കിൾ എന്ന ആളുകൾ വിചാരിക്കുന്ന ഒരു സ്ഥലം ചാത്തന്നൂരാണ്. ചാത്തന്നൂർ അങ്ങനെ ഒരു BJPയുടെ കോട്ടയായിട്ടോ കൊത്തളമായിട്ടോ ഒന്നും അറിയപ്പെട്ടിരുന്ന സ്ഥലമല്ല. BJPക്ക് അതിനേക്കാളൊക്കെ ശക്തിയുള്ള സ്ഥലങ്ങളായിട്ട് അറിയപ്പെടുന്ന മഞ്ചേശ്വരവും പാലക്കാടും മറ്റുമൊക്കെയാണ്. ഈവൻ തൃശ്ശൂർ ജില്ലയിലെ പല മണ്ഡലങ്ങളുമാണ്. പക്ഷേ അവിടെ ഒന്നും സംഭവിക്കാത്ത ഒരു അത്ഭുതം, അതായത് ചാത്തന്നൂരിൽ താമര വിരിയുക എന്ന് പറഞ്ഞത് അത്ര സംഭവികമായിട്ടുള്ള കാര്യമില്ല. ചാത്തന്നൂർ എങ്ങനെ താമര വിരിഞ്ഞു എന്നുള്ളതാണ് സത്യത്തിൽ ഈ വീഡിയോയുടെ ഉള്ളടക്കം. ചാത്തന്നൂർ മണ്ഡലത്തെ പറ്റി പറഞ്ഞാൽ അത് കൊല്ലം ജില്ലയുടെ തെക്കേ അറ്റത്തുള്ള മണ്ഡലമാണ്. ശരിക്കും പറഞ്ഞാൽ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള സ്ഥലമാണ്. C. കേശവൻ്റെ മയ്യനാടും മറ്റുമൊക്കെ ഉൾപ്പെട്ട പ്രദേശമാണ്. കോൺഗ്രസിനും ഇടതുപക്ഷ പാർട്ടികൾക്കും ഏതാണ്ട് തുല്യ ശക്തിയുള്ള പ്രദേശമാണ്. ഒന്നിടവിട്ട തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസും CPIയും മാറി മാറി ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇത്തവണ CV പത്മരാജൻ ജയിച്ചാൽ അടുത്ത പ്രാവശ്യം P. രവീന്ദ്രൻ ജയിക്കും. അടുത്ത തവണ വീണ്ടും പത്മരാജൻ, വീണ്ടും രവീന്ദ്രൻ. ഇതായിരുന്നു അവിടുത്തെ ഒരു നാട്ടു നടപ്പ്. പിന്നെ P. രവീന്ദ്രൻ മരിച്ചപ്പോൾ CV പത്മരാജൻ്റെ പഴയ ജൂനിയറും ബന്ധുവുമായ അനിരുദ്ധൻ ആ സ്ഥാനത്ത് വന്നു, അനിരുദ്ധൻ. അപ്പോൾ ഇവർ തമ്മിലായി പിടുത്തം. പിന്നീട് ആ മണ്ഡലത്തിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടെന്ന് വെച്ചാൽ അനിരുദ്ധൻ സഖാവിന് മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. കാരണം പാർട്ടി വിലക്ക് വന്നപ്പോൾ, പാർട്ടി വിലക്ക് വെച്ചാൽ അദ്ദേഹം എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടല്ല, പാർട്ടി ഇതിനൊക്കെ ചില മാനദണ്ഡങ്ങൾ വെച്ചു. 3 തവണ മത്സരിച്ചവർക്ക് ഇനി സീറ്റ് കൊടുക്കണ്ട എന്ന് വന്നപ്പോൾ അവിടെ ജയലാൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വന്നു. ജയലാലിനെതിരെ മത്സരിച്ചത് ബിന്ദു കൃഷ്ണയാണ്. ആ ബിന്ദു കൃഷ്ണയെ തോൽപ്പിച്ച് ജയലാൽ ആ സീറ്റ് പിടിച്ചെടുത്തു. അടുത്ത 2 തെരഞ്ഞെടുപ്പുകളിൽ ജയലാൽ ജയം ആവർത്തിച്ചു. അപ്പോൾ ഇതിൽ സാമുദായികമായി ചെറിയൊരു പ്രശ്നമുണ്ട്. ഈഴവ സമുദായക്കാർക്ക് വലിയ പ്രാമുഖ്യമുള്ളൊരു പ്രദേശമാണ് ചാത്തന്നൂർ. ചാത്തന്നൂരിന് ഏത് കാലത്തും ഈഴവർ മാത്രമേ ജയിച്ചുള്ളൂ. ജയലാൽ ആദ്യമായിട്ട് ഒരു നായർ സമുദായാംഗം അവിടുന്ന് ജയിച്ചു. അപ്പോൾ സ്ഥലത്തെ ഈഴവർക്കിടയിൽ ഒരു വികാരമുണ്ടായി. ഈ ഇത്രയും ഈഴവരുള്ള ഒരു സ്ഥലത്ത് ഒരു നായർ വന്ന് ജയിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയുണ്ട്. 2ാമത്തെ തവണ ജയലാലിനെതിരെ മത്സരിച്ചത് നമ്മുടെ ശൂരനാട് രാജശേഖരനായിരുന്നു. ശൂരനാട് രാജശേഖരൻ നായരായിരുന്നു. അപ്പോൾ 2 നായന്മാർ വന്ന് ചാത്തന്നൂർ മത്സരിക്കുക, അതിലൊരു നായർ ജയിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് അവർക്ക് ഉൾക്കൊള്ളാവുന്നതിന് അപ്പുറത്തായിരുന്നു. അതുകൊണ്ട് അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഇടവൻ വന്നപ്പോൾ അദ്ദേഹം അവിടുത്തെ SNDP യൂണിയൻ്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. യൂണിയൻ പ്രസിഡന്റ് മത്സരിച്ചപ്പോൾ അദ്ദേഹം 2ാം സ്ഥാനത്തെത്തി, ശൂരനാട് 3ാം സ്ഥാനത്തായി. കഴിഞ്ഞ തവണ ഇത് തന്നെ ആവർത്തിച്ചു. ജയലാൽ വിജയിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ 2ാം സ്ഥാനത്ത് ഗോപകുമാർ വന്നു. അപ്പോൾ ഈ സാമുദായിക വികാരം അവിടെ ഉണ്ടായിരുന്നു. ഇത്തവണ ജയലാലിന് പാർട്ടി സീറ്റ് കൊടുത്തില്ല. കാരണം ജയലാൽ 3 തവണ ജയിച്ചുള്ളൂ. ആ ജയലാലിനെ മാറ്റി നിർത്തി രാജേന്ദ്രൻ എന്ന സഖാവിന് സീറ്റ് കൊടുത്തു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് സൂരജ് രവി വന്നു. അപ്പോൾ 3 പേരും ഒരേ സമുദായക്കാരായി. 3 പേരും ഇഴവരാണ്. പിന്നെ 3-ൽ ഇഴവൻ ജയിച്ചാലേ പറ്റുള്ളൂ. പക്ഷേ 2 തവണ തോറ്റയാൾ എന്നുള്ളൊരു സഹതാപം ഗോപകുമാറിനുണ്ടായിരുന്നു. പിന്നെ സംസ്ഥാനത്ത് ആകമാനമുള്ളൊരു ഇടതുപക്ഷ വിരുദ്ധ വികാരമുണ്ടല്ലോ, അത് ചാത്തന്നൂരുമുണ്ട്. രാജേന്ദ്രൻ മോശം സ്ഥാനാർത്ഥിയൊന്നും വരുന്നില്ല. പക്ഷേ CPIക്ക് അകത്ത് തന്നെയുള്ള ചില യൂദാസുകൾ അദ്ദേഹത്തെ ഒറ്റുകൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ പേരും അച്ഛൻ്റെ പേരും പാർട്ടിയിൽ അവർ വഹിക്കുന്ന പദവികൾ, സ്ഥാനമാനങ്ങളൊക്കെ എനിക്കറിയാം. അത് പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലത്ത് പറയാം എന്ന് വിചാരിക്കുകയാണ്. ഏതായാലും ഈ ഒറ്റും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ അവിടെ രാജേന്ദ്രൻ പരാജയപ്പെട്ടു, അഥവാ ഗോപകുമാർ ജയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പല ഘടകങ്ങളുണ്ടായിരുന്നു. 1, ജാതി വികാരം ഉണ്ടായിരുന്നു. 2, ഈ ഇടതുപക്ഷത്തിനകത്ത് തന്നെയുള്ള പടലപ്പിണക്കങ്ങളുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ സംസ്ഥാനത്തെ എമ്പാടും ഉണ്ടായിരുന്ന ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ചാത്തന്നൂരിൽ താമര വിരിയിച്ചത്. അപ്പോൾ ചാത്തന്നൂർ പോലും വേണ്ടി വന്നാൽ താമര വിരിയും, വേണമെങ്കിൽ ചക്ക വരുമ്പം കായ്ക്കും എന്ന് പറഞ്ഞ പോലെ ചാത്തന്നൂർ പോലും താമര വിരിയിക്കാൻ കഴിയും എന്ന് തെളിയിച്ചത് സത്യം പറഞ്ഞാൽ BJPയുടെ ശക്തിയല്ല, മറിച്ച് വിപരീത ശക്തികളുടെ മറ്റ് പല സാഹചര്യങ്ങളുടെയും സൃഷ്ടിയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അനുമാനം. ഏതായാലും കേരള നിയമസഭയിൽ 3 BJPക്കാരുണ്ടായി. BJPയുടെ അക്കൗണ്ട് പൂട്ടും, BJP അക്കൗണ്ട് തുറക്കില്ല, തുറക്കുകയാണെങ്കിൽ ബാങ്കിലായിരിക്കും എന്നൊക്കെ പലരും ഇവിടെ വാർത്താനടിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങനെയൊന്നും ആരെക്കുറിച്ചും പറയാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് വിപരീതമായ ഒരു വികാരമായിരുന്നു. പിണറായിസത്തിനും മരുമോനിസത്തിനും എതിരായ അതിശക്തമായ ഒരു വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അത് കേരളത്തിലെ ഏതാണ്ട് 102, 103 മണ്ഡലങ്ങളിലും UDFന് അനുകൂലമായിട്ട് ഉണ്ടായപ്പോൾ 3 മണ്ഡലങ്ങളിൽ BJPക്ക് അനുകൂലമായിട്ടുണ്ടായി എന്നേ ഉള്ളൂ. അത് വലിയ ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. യാഥാർത്ഥ്യം ഇതാണ്, BJP ജയിച്ചു എന്നുള്ള സത്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇനി കണ്ടടിച്ച് ഇരുട്ടാക്കിയിട്ട് ഒരു ഫലവുമില്ല. സൈദ്ധാന്തിക വിശകലനം കൊണ്ടോ പ്രത്യയശാസ്ത്രപരമായ
പ്രഹേളികകൾ ഉണ്ടാക്കുന്നുണ്ട്, ഒരു വിശേഷം ഉണ്ടാകാൻ പോകുന്നില്ല. 3 BJPക്കാർ കേരള നിയമസഭയിൽ ഒരു പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കും. അവർ UDF ഇല്ല, LDF ഇല്ല. ഇനി അവരുടെ ഭാവിയിലുള്ള പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.